നിർത്ത്, എന്നെ ഒന്ന് വിട്ടേക്ക്. സോഗയ്ക്ക് ഇത് കൂടുതലൊന്നും പറക്കാൻ പറ്റില്ല. ഞാനാണ് സപ്പോല. കുട്ടികളുടെ ഈ പ്രാക്ടീസ് ഒക്കെ നിർത്ത്. അവിടെ രുദ്ര ചെയ്യുന്ന കാര്യം വന്ന് കണ്ടു പഠിക്കേ. രുദ്ര അവിടെ എന്ത് പഠിക്കാ? പറയാം. ഞാൻ ജയ്സിംഗ് ചൗഹാന്റെ പാലസിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് ഞാൻ ഒരു കാഴ്ച കണ്ടു. ജയ്സിംഗ് രുദ്രയ്ക്ക് അഡ്വാൻസ് മാജിക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഓം ചിക് ചിക് ഭൂ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിനക്കും ഇതുപോലെ ഒരു ഫയർ കൺട്രോളർ ആവാൻ പറ്റുന്നതാണ്. ഇനി പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇനി മന്ത്രം വല്ലതും തെറ്റിച്ച് പറഞ്ഞാൽ ഈ മാജിക് വളരെ ഡേഞ്ചറസ് ആവാനും സാധ്യതയുണ്ട്. അതൊരിക്കലും മറക്കരുത്. ഫോക്കസ് ആൻഡ് ബിലീവ്. ഒരു കാര്യം കൂടി രുദ്ര, ഈ മാജിക് വളരെ പവർഫുൾ ആണ്. എല്ലാ മാജിക്കും ഒരു സ്ഥലത്ത് ഫെയിൽ ആകുമ്പോൾ അവിടെ പോലും ഈ മന്ത്രം വർക്കൗട്ട് ആവുന്നതാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് നീ ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്നാ ശരി കുട്ടികളെ, നമുക്ക് പിന്നീട് കാണാം. 2 ദിവസത്തെ കോൺഫറൻസ് ഉണ്ട് എനിക്ക്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുന്നതായിരിക്കും. നിങ്ങളെയും പാലസിനെയും ശ്രദ്ധിച്ചോളൂ. ബൈ കുട്ടികളെ, ബൈ ബൈ. ആ സന്തോഷ വാർത്ത ഞാൻ ഷാക്കാലിന് കൊടുക്കാൻ വന്നതായിരുന്നു. ഷാക്കാൽ മാമൻ പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. പക്ഷേ നീ വിഷമിക്കേണ്ട. രുദ്രയുടെ പ്രാക്ടീസ് കംപ്ലീറ്റ് ആവാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അവൻ ഒരിക്കലും ഫയർ കൺട്രോളർ ആകാൻ പറ്റില്ല. നീ എന്ത് പറയുന്നു ജോഡി? കുട്ടിക്കുറുമ്പുകൾ തുടങ്ങിയാലോ? യെസ് ജനി, ലെറ്റ്സ് പ്ലേ. Thank you, Rangila. Iba iska fire creator. ഈ മാജിക്കൽ മാസ്റ്റർ ആവാൻ ഞാൻ അല്പം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കണം. മാജിക് ഉൾട്ടായി പോയാൽ പിന്നെ എല്ലാം കുഴപ്പമാവും. ഓക്കെ? തീർച്ചയായിട്ടും. രുദ്രയുടെ ട്രെയിനിങ് വളരെ സ്ട്രോങ് ആണെന്നാ തോന്നുന്നേ. അതുകൊണ്ടാണ് നമ്മളെ ഓരോ പ്രാവശ്യം അവൻ തോൽപ്പിക്കുന്നത്. കള്ളൻ 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 കള്ളൻ. ഇപ്പൊ ഇത് നീ കൺട്രോൾ ചെയ്യ രുദ്ര. ഞാനൊന്ന് നോക്കട്ടെ. നീ ഇതെന്താ ചെയ്തത് രുദ്ര? സോറി ഗൈസ്. ഇത് പോലാത്ത പ്രശ്നമായല്ലോ. എന്റെ ഡിക്കി കാരടാ തീ വെച്ചത്. എന്റെ അമ്മേ. നന്നായി കുട്ടികളെ. ഇബൈസ്ക പ്രൊട്ടക്ഷൻ ഗോഡ് ക്രിയേറ്റോ. രുദ്ര, മായിര, വരുൺ, വേഗം മുകളിലേക്ക് വാ. ഇവിടെ ഒരു അപകടമില്ല. വേഗം വാ. എന്തായാലും ഞാനങ്ങ് രക്ഷപ്പെട്ടു. ആ റെഡ് ആംഗ്രി മാൻ എങ്ങോട്ടാ പോയത്? എനിക്ക് തോന്നുന്നു ഓടിപ്പോയെന്നാ. എന്റെ കടായി പാക ചുട്ടു പഴുത്തല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ രുദ്ര. രക്ഷിക്കൂ. ഇതെന്തിനാ നമ്മളുടെ പിന്നാലെ വന്നോണ്ടിരിക്കുന്നത്?
എന്റെ അമ്മ ഞാൻ രക്ഷപ്പെട്ടു. ഓടിക്കോ. ഓടി ഓടി ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. ഇത് കൂടുതൽ ഈ തുകയ്ക്ക് താങ്ങാനൊന്നും ആവില്ല. ഈ തുകയ്ക്ക് സഹിക്കാനാവില്ല. ആ സൗണ്ട് എവിടുന്നാ വരുന്നത്? ഫയർമാൻ പുറത്ത് ആരെയോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, നിങ്ങളൊക്കെ ആരാ? ഓ സോറി, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം നിങ്ങൾ എല്ലാരും കരിഞ്ഞു പോയതാ തോന്നുന്നത്. ഇനി സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവരുടെ മമ്മി ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്റെ കാര്യം പോക്കാണ്, ഉറപ്പാ. നോ നോ അങ്കിൾ, മമ്മീസ് ഒക്കെ വളരെ സ്വീറ്റ് ആണ്. അവർ തീർച്ചയായിട്ടും കുട്ടികളെ ശരിയാക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ജീവൻ പിന്നെ ജീവിയുടെ അമ്മ ഭയങ്കര ദേശക്കാരിയാ. അച്ഛാ വരൂ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. വേഗം ചെന്ന് നമുക്ക് കുളിക്കാം. അപ്പൊ ഇതൊന്നും മമ്മി അറിയാൻ പോകുന്നില്ല. എന്നെ അച്ഛാന്ന് വിളിക്കരുത്, എന്നെ അച്ഛാന്ന് ഒരിക്കലും വിളിക്കരുത്. നിങ്ങൾ എങ്ങനെ വിളിക്കുന്നത് നിങ്ങളുടെ അമ്മ കേട്ടാ പിന്നെ എന്റെ കാര്യം പോക്ക. അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നതിൽ അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എന്തോന്ന് പറയാനാ, എനിക്ക് എന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. കുട്ടികളെ എപ്പോഴും മമ്മി മമ്മീന്ന് മാത്രമേ വിളിക്കാവുന്ന അവള് പറയുന്നത്. എന്നാ ശരി, ഞങ്ങളിപ്പോ പോവാ. വരൂ ജെന്നി, വരൂ ജീവൻ പിന്നെ ജീവിക, വേഗം വാ. ഇവരെ കാണാൻ വ്യത്യസ്തമായി ഉണ്ടല്ലോ. ആരുദ്ര, വാ നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, പ്രാക്ടീസ് ചെയ്യാൻ ഈ സ്ഥലം പെർഫെക്റ്റ് ആണ്. ഇവിടെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. രുദ്ര ആലോചിക്കുന്നത് ഇവിടെ ആരുമില്ലെന്നാ വിചാരിച്ചിരിക്കുന്നേ. പക്ഷെ നമ്മൾ ഇവിടെ ഉള്ളപ്പോ വേറെ ആരുടെ ആവശ്യമില്ലല്ലോ, അല്ലേ? ഈ മരുഭൂമിയിൽ സാൻഡ് വൈപ്പർ ഉണ്ടായിരിക്കും. അത് തന്റെ വാല് കൊണ്ട് ചങ് ചങ് എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ല, നീയും ഒരു പാമ്പ് തന്നെ അല്ലേ സഫോല? എന്നെ വിട്ടേക്ക്, ഓക്കെ? ചേടാ, ഇതുപോലത്തെ പ്രശ്നമല്ലോ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ, ഓട്. Zibajska Air Shield Courageous. Thanks, Myra Varun. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഡെസേർട്ടിൽ സഡൻലി ഇങ്ങനെ ഒരു ശബ്ദം എവിടുന്നാ വന്നത്? അത് സാൻഡ് വൈപ്പറിന്റെ ശബ്ദമാണ്. ഒരുപക്ഷെ ഇവിടെ സാൻഡ് വൈപ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ദേ അങ്ങോട്ട് നോക്ക്, അവിടെ മനുഷ്യർ നിൽക്കുന്നത് കണ്ടോ? അവരാണ് നമുക്ക് നേർക്ക് ശബ്ദമുണ്ടാക്കുന്നത്. ഇവര് കാരണം നമുക്ക് മരുഭൂമിയിൽ ഇരിക്കാൻ പറ്റാതായി. നമ്മുടെ ഉറക്കം ഇവര് കാരണം ഇല്ലാതായി. അവരെ കടിച്ച് കടിച്ച് കൊല്ലണം. പിന്നെ ആരും ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, ഒരിക്കലും വരരുത്.